വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. അഫാന്റെ പെരുമലയിലെ വീട്ടിലും പിതൃമാതാവ് സൽമാ ബീബിയുടെ വീട്ടിലും എത്തിച്ചാണ് പാങ്ങോട് പോലീസ് തെളിവെടുത്തത്. കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. അഫാന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കമലേഷ് തെക്കേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതി പാങ്ങോട് പോലീസിന് അനുവദിച്ചത് അഫാനെ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ തെളിവെടുപ്പ് പാങ്ങോട് പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ അതിരാവിലെ തന്നെ അഫാനെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു പാങ്ങോട് പോലീസ്. എന്നാൽ രാവിലെ ചില നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. ശുചിമുറിയിലേക്ക് പോകുന്ന വഴിയിൽ അഫാൻ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അഫാൻ ആശുപത്രിയിലെത്തിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്നാൽ രാവിലത്തെ ഈ തെളിവെടുപ്പ് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അഫാന്റെ ഒരു നാടകമായിരുന്നു ഈ കുഴഞ്ഞു വീഴൽ എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. എന്നാൽ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി അഫാനെ തെളിവെടുപ്പിനായി സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി ആദ്യം എത്തിച്ചത് അഫാന്റെ പിതൃമാതാവായ സൽമാ ബീവിയുടെ വീട്ടിലേക്കായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് നേരം ഇവിടെ പോലീസ് ചെലവഴിച്ചു. എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് എന്നത് സംബന്ധിച്ച് അഫാൻ പോലീസിനോട് വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അഫാന്റെ സ്വന്തം വീടായ പെരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വെച്ചാണ് ഈ അഫാന്റെ സ്ത്രീ സുഹൃത്തിനെയും അതുപോലെ തന്നെ അനിയനെയും കൊലപ്പെടുത്തിയത്. അതോടൊപ്പം മാതാവിനെ കൊലപ്പെടുത്തുന്നതിനുള്ള ശ്രമവും നടന്നത്. 3 സംഭവങ്ങളാണ് ഈ വീട്ടിലുള്ളത്. അത് സംബന്ധിച്ചും ഏതാണ്ട് 3/4 മണിക്കൂർ നേരത്തോളം ഇവിടെ പോലീസിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അഫാൻ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് തിരിച്ച് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പ്രതിയെ മാറ്റിയത്. ഇനി നാളെ കൂടിയാണ് ഈ കസ്റ്റഡി കാലാവധി ഉള്ളത്. നാളത്തോടു കൂടി തന്നെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും ഈ തെളിവെടുപ്പും പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 കേസുകൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന നാളെ വെഞ്ഞാറമൂട് പോലീസ് ഈ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, കമലേഷ് വിവരങ്ങൾ നൽകിയത്.